നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ മൂന്നാം വാള്യത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ സുകുമാരൻ നായരുമായിട്ടുള്ള റെക്കോർഡ് ചെയ്ത ശബ്ദരേഖയെ താഴെ പറയുന്ന കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. അദ്ദേഹം തൻ്റെ കളരിയിൽ സ്വശിഷ്യന്മാരെക്കുറിച്ചും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മറ്റ് പ്രമുഖ വ്യക്തികളെക്കുറിച്ചുള്ള ചർച്ച തുടരുകയാണ്. അടുത്തതായി അദ്ദേഹം കളരിപ്പയറ്റിൻ്റെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട കോഴിക്കോട് ചേർന്ന ഒരു പണ്ഡിത സദസ്സിനെക്കുറിച്ച് വിവരിക്കുകയാണ്. 2005 കളരിപ്പയറ്റ് സ്കൂളിലെ പാഠ്യപദ്ധതികളിലൊന്നാക്കണമെന്ന വാദത്തെ തുടർന്ന് ഡൊമിനിക് പ്രസൻറ്റേഷൻ, അന്ന് അദ്ദേഹം സ്പോർട്സ് വകുപ്പ് മന്ത്രിയാണെന്നാണ് ഓർമ്മ, കളരി ഗുരുക്കന്മാർക്ക് ബന്ധപ്പെട്ട് നടന്ന ചില ചർച്ചകളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഈ പണ്ഡിത സദസ്സിൽ അന്നത്തെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിരുന്ന TP ദാസൻ മുതൽ പേർ പങ്കെടുത്തായിരുന്നു. അന്ന് കൊടുത്ത നിവേദനത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ 2005 കൊടുത്ത നിവേദനം 2009 ഒരു രൂപത്തിലാവുന്നത്. ആ 2009 ചർച്ചയിൽ പങ്കെടുത്ത കിഷോർ ഗുരുക്കൾ, കൃഷ്ണദാസ്, പൂന്തറ സോമൻ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ വിവരിക്കുകയാണ്. കളരിപ്പയറ്റിനെ കുറിച്ചുള്ള ഏത് ചർച്ചയിലും അഭ്യാസത്തിലും അതിൻ്റെ അനുഷ്ഠാനങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തുള്ള രീതിയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഈ ചർച്ചയിലും ശ്രീ സുകുമാരൻ ഗുരുക്കൾ അദ്ദേഹത്തിൻ്റെ കളരിപ്പയറ്റിനോടുള്ള സമീപനവും അതിൻ്റെ ആശയങ്ങളോടും അതിൻ്റെ അന്തർധാരകളോടുള്ള പ്രതിബദ്ധതയും വ്യക്തമാക്കുകയാണ്. ശിഷ്യന്മാരൊക്കെ അവിടുത്തെ ഇവിടെയുള്ള കുറെ ശിഷ്യന്മാർ, ഞാൻ പറഞ്ഞില്ല, ഇവിടെയുള്ള ശിഷ്യന്മാർ ഫോട്ടോ കണ്ടില്ലേ, അവിടത്തെ കളരി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ കുഴിക്കട്ടറി സമ്പ്രദായം വല്ലപ്പെട്ട കളരിക്കാർക്ക് മാത്രമേ കുഴിക്കട്ടറി ഉള്ളൂ. മറ്റത് ഈ മാസം വൃശ്ചിക മാസം അങ്ങോട്ട് കഴിഞ്ഞാൽ ചുറ്റുപാടും ഓല വെച്ച് മറച്ച് കെട്ടി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള അഭ്യാസമാണ്. അത് ഈ പറയുന്ന പോലെ മഴ വരുന്നവരെ അഭ്യാസം, അതും ഇത് തന്നെ കുറേ അധികം പിടുത്തങ്ങൾ മാത്രം, മെയ്പ്പായിട്ട് ഒന്നോ രണ്ടോ. പിന്നെ അവിടെ പിന്നെയും കുറച്ചെങ്കിലും അഭ്യാസം കാണിക്കുന്ന ശങ്കരമേൻ്റെ ഒരു ശിഷ്യയുണ്ട്, നാരായണൻ എന്ന് പറഞ്ഞ ആള്, PN കളരി സംഘം എന്ന് പറയുന്ന കളരി നടത്തുന്നത്. അയാള് ഈ ചെരുപ്പ് പണിയാ, അയാളാണ് പിന്നെയും കുറച്ചെങ്കിലും മെയ്പ്പായിട്ട് പഠിപ്പിച്ചത്. പിന്നെ ഇവിടുന്ന് പോയ കൂട്ടർ നാരായണ നായരുടെ അഭ്യാസം പഠിച്ചിട്ട് പോയ കൂട്ടറും നാരായണ നായർ അങ്ങോട്ട് പോയിട്ട് പഠിപ്പിച്ച കൂട്ടറും തന്നെയാണ് ഈ കളരി അഭ്യാസത്തിൽ ഒറ്റയും മെയ്യഭ്യാസവും അതിൻ്റെ അമർച്ചയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. നാരായണ നായരാണ് ഗോപാലൻ ഗുരുക്കൾ അഭ്യാസം പഠിപ്പിച്ചത് കോഴിക്കോട്. ഈ ഗോപാലൻ ഗുരുക്കളാണ് ചന്തപ്പൻ ഗുരുക്കൾ അഭ്യാസം പഠിപ്പിച്ചത്. ചന്തപ്പൻ ഗുരുക്കളാണ് അങ്ങോട്ട് ഏട്ടൻ്റെ മകൻ വിശ്വൻ എന്നാൾ അഭ്യാസം പഠിപ്പിച്ചത്. അയാളാണ് കടുത്തിരി വാസുദേവൻ ഗുരുക്കൾ അഭ്യാസം പഠിച്ചത്. ഇങ്ങനെ ആ വഴിക്ക് വന്നതാണ് നമ്മളെ വടക്കൻ സമ്പ്രദായത്തിലെ ചില അഭ്യാസങ്ങൾ. മറ്റ് അങ്ങോട്ടൊക്കെ തന്നെ തെക്കൻ സമ്പ്രദായമാണ്. അതും ഗുരുവായൂർ കളരി ഞാൻ പറയില്ല. ഗുരുവായൂർ നടത്തിയത് ഗുരുക്കളാവാൻ പ്രാപ്തിയുള്ള ഒരാളുണ്ടായിരുന്നു. ഞാൻ പറയില്ല, പട്ടത്ത് ഭാസ്കരൻ നായർ എന്ന് പറയുന്ന ഒരാള്, അയാളെ വീട്ടിൻ്റെ അടുത്ത് കളരി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഒരു രാജൻ മാഷുണ്ട്, കളരിയൊന്നും നടത്തുന്നില്ല, നല്ല ഒറ്റയൊക്കെ പോയിട്ട് നല്ല മിടുക്കന്മാരാണ്. അങ്ങനെയുള്ള കുറേ ആളല്ലാണ്ട് പിന്നെ പാടൂര് ഒരു ഗോപി എന്ന് പറയുന്ന ഒരുത്തരുണ്ട്. അവനിപ്പം കുട്ടികളൊക്കെ കഴിഞ്ഞ 2 കൊല്ലം പഠനോട് വിളിച്ച് ചോദിച്ചു, ഗുരുക്കളെ എങ്ങനെയൊക്കെയെന്ന്. ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ മക്കളെ പഠിപ്പിക്കട്ടെ എന്ന്. അപ്പോൾ മക്കൾ മാത്രമല്ല, അപ്പുറത്തിപ്പുറത്തെ കുട്ടികളൊക്കെ അവരെ ഇങ്ങനെ ഗോപി എന്ന് പറയുന്ന ഒരാൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചില ആളുകൾ ഇവിടെയും ഞാൻ പോയപ്പോൾ തന്നെ എൻ്റെ ശിഷ്യന്മാർ കുറച്ചാൾ ഫ്രാങ്കോ ഇവരൊക്കെ തന്നെ ചാലിലും കോലപ്പെട്ടിലും അവിടെയൊക്കെ പഠിപ്പിച്ചിരുന്നു. അല്ലാണ്ട് വേറെ ആരും കളറിപ്പയറ്റ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കളറിപ്പയറ്റ് എൻ്റെ ഭാഷയിൽ അല്ല, എൻ്റെ ഗുരുനാഥന്മാരുടെ ഭാഷയിൽ നല്ലൊരു സദ്യ ഉറപ്പിക്കുക. എങ്ങനെയാ സദ്യ? കൈ കഴുകി വന്ന 8 പദാർത്ഥങ്ങളൊക്കെ വിളമ്പി ആദ്യം ചോറും സാമ്പാറും, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ രസവും ചോറും, അത് കഴിഞ്ഞ് പായസം, അത് കഴിഞ്ഞാൽ പിന്നെ തൈരും ചോറും, അത് കഴിഞ്ഞ് കൈയൊക്കെ കഴുകി വന്ന് നല്ല അസലായിട്ട് ഒരു 4 പൂവും പഴം, അത് കഴിഞ്ഞ് കളി അടക്കുകയും കൂട്ടി 4 കുട്ടി ഒരു മുറുക്ക്. ഇത്ര ആയിക്കഴിഞ്ഞാലേ സദ്യ പൂർണ്ണമാവുള്ളൂ.
പട്ടന്മാരുടെ കൂട്ടത്തിലും ഗുരുവായൂരുള്ള ചില നായർ തറവാട്ടുകാരുടെ കൂട്ടത്തിലും ഞാൻ പലതിലും പങ്കെടുത്തു. എന്നാലേ സദ്യ പൂർത്തിയാവുള്ളൂ, അല്ലെങ്കിൽ പൂർത്തിയാവില്ല. അതേപോലെ തന്നെ കളറിപ്പയറ്റ് അവസാനം മർമ്മവിഭാഗവും അതിനുള്ള ചികിത്സാ സമ്പ്രദായങ്ങളും പഠിച്ചാലും മാത്രമേ കളറിപ്പയറ്റ് പൂർത്തിയാവുള്ളൂ. അല്ലെങ്കിൽ വെറും കോലുമ്മൽ അടി മാത്രമായിരിക്കും. കളരിയിൽ നിന്ന് ഒരുത്തേണ്ട ആൾക്കാർ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോകാൻ പറ്റും? ആരെടുത്ത് കൊണ്ടുപോകും? അറിയില്ല. ഇന്ന് പല ആളുകളും ഞാൻ ചോദിച്ചിട്ടുണ്ട്, കളരിയിലുള്ള പൂത്തറ ദേവീ സങ്കല്പാണ്. ചില ആൾ ഭദ്രകാളി എന്ന് പറയും, ചില ആൾ അങ്ങോട്ട് പറയും ഞാൻ എൻ്റെ പൂത്തറ സപ്തമാതൃ സങ്കല്പത്തിലായ 7 തട്ട് ഞാൻ പഠിച്ച എൻ്റെ ഗുരുനാഥന്മാർ എങ്ങനെയാ പറഞ്ഞു. അതിൻ്റെ മുകളിലൊരു കൂമ്പ്, അതൊരു ശിവസങ്കല്പവും. അതാ ശിവൻ ഉണ്ടെങ്കിൽ ശക്തിയുള്ളൂ, ശക്തി ഉണ്ടെങ്കിലേ ശിവനുള്ളൂ. അതാണ് കണക്ക്. ദേവിക്ക് പാർവതിക്ക് ശിവൻ വേണല്ലോ, ശിവന് പാർവതി വേണം. അതാണ് പൂത്തറയുടെ സങ്കല്പം. ഈ പൂത്തറയിൽ തന്നെ ആദ്യമായിട്ട് വടക്കാന്നാർ ഇപ്പൊ ആരും ഇല്ല, ഇപ്പൊ അറിയുന്ന കൂട്ടില്ല. തുമ്പക്കഴുത്താണ് പൂത്തറയിൽ ആദ്യം തുമ്പം പൂവിന് പോലെ ഇടുന്നത്. അതിന് ശേഷം ചെമ്പരത്തിയുടെ ഇല വെക്കുള്ളൂ. എന്തിനാ തുമ്പക്കഴുത്തിടുന്നു? ഇവിടെ പൂ നാട്ടിലായിട്ടാ? ഈ പൂത്തറന്റെ മുകളിൽ തുമ്പക്കോട ഇടുന്നതിന്റെ അർത്ഥം എന്താ? കോഴിക്കോട് ഒരു പണ്ഡിത സദസ്, കളരി പണ്ഡിത സദസ് വിളിച്ചിരുന്നു. ടി.പി. ദാസൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ 2005 ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഡൊമിനിക് പ്രസന്റേഷൻ ഇവരൊക്കെ ഉള്ള സമയത്ത് ഞാൻ ലെറ്റർ കൊടുത്തു അവർക്ക്. വെറുതെ രസമല്ലേ, കളരിപ്പയറ്റ് സ്കൂളിൽ പാഠ്യപദ്ധതി ആക്കണം. കളരിപ്പയറ്റിന്റെ 60 വയസ്സ് കഴിഞ്ഞ ഗുരുക്കന്മാർക്ക് പെൻഷൻ കൊടുക്കണം. ബാർബർമാർക്ക് പോലും പെൻഷൻ ഉണ്ട്, അലക്കുകാർക്ക് ധോബിക്ക് പോലും പെൻഷൻ ഉണ്ട്, അത്ര പോലും കളരിപ്പയറ്റുകാർക്ക് പെൻഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ്, അത് മാത്രമല്ല അതിൻ്റെ അടിയിൽ ഒന്ന് എഴുതി എന്താ വെച്ചാൽ കളരിപ്പയറ്റിന്റെ ഇന്നത്തെ സ്വഭാവം മാറ്റാൻ സർക്കാർ ഇടപെടണം എന്നും പറഞ്ഞ ലെറ്റർ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. 2005 പോയി, 6 പോയി, 7 പോയി, 2008 കാണാം ഒരു ലെറ്റർ. 2005/112 ഫയൽ നമ്പറൊക്കെ വെച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് പറയാൻ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വരണം ജനുവരി മാസം 24-ാം തീയതി. ശരി, പോയി. ആരുമില്ല, ഒരു 6-7 ആൾ മാത്രം. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് കിഷോർ, പിന്നെ കളറിപ്പയറ്റിന്റെ സെക്രട്ടറി പൂന്തുറ സോമൻ, എന്താ വേണ്ട, പിന്നെ പിന്നെ കൃഷ്ണദാസ്, പിന്നെ പൂന്തുറ കളറിപ്പയറ്റ് മറ്റേ അക്കാദമി തുടങ്ങാൻ വേണ്ടി ഒരു 9 ലക്ഷം ഉറുപ്പ്യ സർക്കാരിനെ പറ്റിയിട്ട് വിഴുങ്ങിയിട്ടുള്ള ഒരാള്, വടകര 3 ലക്ഷം ഉറുപ്പ്യ പറ്റിയിട്ടുള്ള ഒരു നമ്പ്യാർ, ഇങ്ങനെ ഇവരൊക്കെ കൂടിയാ. അപ്പൊ ഞാൻ ചെന്നു, നമസ്കാരം പറഞ്ഞു. എന്തേന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാനാണ് സുകുമാരൻ. എന്നാ ഇരിക്കുമെന്ന് പറഞ്ഞു. ഇരുന്നു. സോമൻ ഒരു ലെറ്റർ ഇങ്ങോട്ട് തന്നു. പൂന്തുറ സോമൻ മരിച്ചു, പാവം. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. സോമൻ വക്കീല. എന്താന്ന് ചോദിച്ചു. മലയാളം അറിയില്ലെന്ന് ചോദിച്ചു. മലയാളം അറിയാം, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷർപ്പിക്കുന്ന പേര് അറിയില്ല. അപ്പോൾ ടി.പി. എന്താ താങ്കൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞു സാർ എന്നാ പിന്നെ ഞാൻ എന്താ സംസാരിക്കേണ്ടത്? ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ച ലെറ്ററാ, അതിന് ഞാനാ സമാനം പറയേണ്ടത്, നിങ്ങളല്ലേ. അത് കേൾക്കാനാണ് ഞാനിവിടെ വന്നത്. അതോട് സോമ അങ്ങനെ അല്ല, അത് കൊടുത്തു എന്താ വെച്ചാൽ ഇന്നത്തെ കളറിപ്പയറ്റ് സമ്പ്രദായം മാറ്റണം എന്നാലും എഴുതിയിരുന്നു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും മാറ്റണം. നിനക്കറിയോ കളറിപ്പയറ്റ്? ചോദിച്ചതായ അറിയാന്ന് പറഞ്ഞു. കാണിക്കണം, കളറിപ്പയറ്റ് കാണിക്കണം. ഇന്നേ ചുവടുകളി, ഇന്നേ സമ്പ്രദായത്തിന്, ഇന്നേ പ്രയോഗത്തിനുള്ള തടയാണ്, അല്ല ഇന്നേ രൂപത്തിൽ പ്രയോഗിക്കാനാണ് എന്ന് പറഞ്ഞ് കാണിക്കണം. അപ്പോ ടി.പി. ഇത് നിങ്ങളെന്തൊരു വൈരാഗ്യം സംസാരിക്കുന്നത്? ഞാൻ പറയും വൈരാഗ്യമല്ല, ഈ കളറിപ്പയറ്റ് എന്ന് പറയുന്ന മഹത്തായ കലേനെ ഇവരൊക്കെ കൂടി കൊള്ളുന്നത് കണ്ടുകൊണ്ടുള്ള സങ്കടം, അങ്ങനെയാ പറഞ്ഞു. അപ്പം അങ്ങോട്ട് തീർച്ചപ്പെടുത്തി കളറിപ്പയറ്റിനെ പറ്റി തീരുമാനിക്കാൻ നമുക്കൊരു പണ്ഡിത സദസ്സ് വിളിക്കാം. ഓ നല്ല കാര്യമാണ്. അപ്പൊ ടി.പി. ഹസന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചിരുന്നു. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഇങ്ങനെ ദിവസങ്ങളോളം കഴിഞ്ഞു പോയി.
ഒരു സാഹസം വിളിക്കുന്നത്. അവസാനം ഒരു നവംബർ മാസം 23-ാം തീയതി നല്ല ഓർമ്മയുണ്ട്, ഞാൻ വിളിച്ചു TP ദാസനെ. അയാളെ സാർ പണ്ഡിതന്മാരെ കിട്ടാത്തോണ്ടാ സാഹസം നടത്താം. നിങ്ങൾ എപ്പോഴും എന്താ ഇങ്ങനെ ഞാൻ പറയല്ല, നിങ്ങൾ പണ്ഡിത സാഹസം നടത്താന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ തിരിച്ചു വന്നത്. നിങ്ങൾക്ക് ലെറ്റർ അയച്ചിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പറയാം. എനിക്കോ? സോമനോട് പറഞ്ഞു. സോമൻ അയക്കൂല എന്നുള്ളത് നിങ്ങൾക്കറിയാം. നാളെയാണ് കോഴിക്കോട് വെച്ചിട്ട്, നാളെ 10 മണിക്ക് കുരുക്കൾ അവിടെ ഉണ്ടാവണം. ചെന്നു 390 ആളെ മറ്റും പണ്ഡിതന്മാരുണ്ട് നിരന്നിരിക്കണോ. കുരുക്കൾ വന്നല്ലോ, നമുക്ക് പരിപാടി തുടങ്ങിയാൽ. അപ്പോ ജയതിലക് ഇന്നിപ്പം തിരുവനന്തപുരത്തുള്ള പ്രശ്നം ഉണ്ടാക്കിയ ആളല്ലേ, അയാൾ കോഴിക്കോട് കളക്ടറായിരുന്നു. അയാളാണ് അന്നത്തെ അധ്യക്ഷൻ. അങ്ങോട്ട് പറഞ്ഞ ഈ വിഷയം ആരുടെ മനസ്സിൽ വന്നാലും അത് ശ്ലാഘനീയം തന്നെയാണ്. എന്നെ വാക്ക് ഉപയോഗിച്ച് അതാ ചൈനയിലുണ്ട്, ജപ്പാനുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്, കളറിപ്പയറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കളറിപ്പയറ്റ് എങ്ങനെ വന്നു എന്ന് ഇന്നത്തെ തലമുറ ചോദിക്കില്ല. ഇന്നത്തെ തലമുറ എങ്ങനെയാ, അച്ഛനെന്തിനാ എന്നെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്ന തലമുറയായിരുന്നു. അതുപോലെ കളറിപ്പയറ്റ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിന് സമാധാനം പറയാൻ പറ്റണം. ഇന്ന് മന്ത്രി ബാലകൃഷ്ണൻ വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് 10:30 പരിപാടിയാണ്, ഞാൻ പോവാന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താ അതിനെപ്പറ്റി ഉദ്ദേശം? അപ്പൊ പയ്യന്നൂർക്കാരൻ ഒരാള് എഴുന്നേറ്റു, മൈക്കിന്റെ മുമ്പിൽ കളറിപ്പയറ്റിന്റെ ഉത്ഭവം പയ്യന്നൂരുന്നാണ്. അതിന് അയാൾ ചില കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. രണ്ടാമതൊരാൾ എഴുന്നേറ്റു, കളറിപ്പയറ്റിന്റെ ഉത്ഭവം വടകരയിൽ നിന്നാണ്. ഒരു നമ്പ്യാരാ അയാൾ, അത് കുറെ വടകര തച്ചോളിയോന്റെ മറ്റേ മറിച്ചൊക്കെ. മൂന്നാമതൊരാൾ എഴുന്നേറ്റു, കളറിപ്പയറ്റിന്റെ ഉത്ഭവം പൊന്നാനി നിന്നാണ്. അതിനും അയാൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നാലാമതൊരാൾ എഴുന്നേറ്റു, കോട്ടോൾ ജമാൽ കളരി കുംഫു കളറിപ്പയറ്റ് പട്ടാമ്പിന്ന. കളറിപ്പയറ്റിന്റെ ഉത്ഭവം പട്ടാമ്പിന്നാണ്. എന്താ എല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റൂ? അപ്പോ TP ആശ്രയിച്ചല്ല, ഗുരുക്കളെ നമുക്ക് നിർത്തണം. അയ്യോ, അത് ഇവിടുന്നല്ല അധ്യക്ഷൻ, നിങ്ങളെ നിർത്തണം. അല്ല, നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താ പറയാനുണ്ടോ എന്ന് ഞാൻ പറയാം. എനിക്ക് പറയാനുണ്ട്, ഇവിടെ ഒന്ന് പറയണമെന്നാണ് പറഞ്ഞു. കളറിപ്പയറ്റ് എങ്ങനെ ഉണ്ടായിരുന്നൊന്നും അറിയില്ല. ആദ്യ കാവ്യം രാമായണ. ഈ രാമായണത്തിലാണ് അഭ്യാസം തുടങ്ങുന്നത്. ഹനുമാൻ കൈ, ജാമ്പവാൻ കൈ എന്നൊക്കെ, ബാലിവക, സുഗ്രീവൻ കൈ എന്നൊക്കെ പറയുന്ന കുറെ അഭ്യാസങ്ങൾ. അത് ഇന്ന് ഇരിക്കുന്ന ഗുരുക്കന്മാർ 90% അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അഭ്യാസത്തിന്റെ തുടക്കം നമുക്ക് രാമായണത്തിൽ നിന്നാണെന്ന് ഏകദേശം പറയാം. ഈ രാമായണം എഴുതിയത് പട്ടാമ്പി നിന്നാണെങ്കിൽ കളറിപ്പയറ്റുണ്ടായ പട്ടാമ്പി നിന്നാണ്. അത് ഞാൻ അവനും നിർത്തിയതാണ്, അല്ലാണ്ട് പിന്നെ വരില്ല. അങ്ങനെ പിന്നെ കുറെ അതിന് ശേഷമുള്ള മഹാഭാരതം, ഭീമൻ കൈ, അർജുനൻ കൈ എന്നീ ഭാഗങ്ങൾ ഇന്ന ഭാഗത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താ ആർക്കൊന്നും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. ആർക്ക് ഇല്ലപ്പുറത്ത് സംശയം ഉണ്ടാവുക? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സംഗതി പിരിയ 7 ആളെ തിരഞ്ഞെടുത്തു. അടുത്ത ആഴ്ച നിങ്ങൾ തിരുവനന്തപുരത്ത് വരണം. എന്തിനാന്ന് ചോദിച്ചു. സ്കൂളുകളിൽ കളറിപ്പയറ്റ് പഠിപ്പിക്കാൻ ഒരു സിലബസ് ഉണ്ടാക്കാനാണ്. ശരി, 5 പൈസ അവിടുന്ന് ഗുരുവായൂരിനാകെ 80 ഉറുപ്പ്യേ തിരുവനന്തപുരത്ത് പോയി. അപ്പൊ ഈ പഠനമാര് പൂന്തറ സോമൻ, കൃഷ്ണദാസ്, കോഴിക്കോടുള്ള ഒരാൾ ശേഖരൻ എന്ന് പറഞ്ഞ ആള്, 6 ആളുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവര് 5 ആള്, സോമന, കൃഷ്ണദാസിന, കോഴിക്കോടുള്ള ശേഖരന, വയനാട്ടിലുള്ള ഒരാൾ, ഇവര് 5 ആളെ തിരഞ്ഞെടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചല്ലോ, സാർ അന്യന്തര വിളിച്ചെടുത്തു. ഇവർക്കൊക്കെ ഏറ്റവും പ്രധാനമായ പണി ഇവര് കൊണ്ടുവരുന്ന താരിയിൽ ഏത് സമ്പ്രദായം വേണം കുട്ടികളെ പഠിപ്പിക്കാൻ എന്ന് തീർച്ചപ്പെടുത്തേണ്ടത് ഇവർക്കാണ്. ഓ, അത് വേണോ? അത് വേണം. അപ്പോൾ ഇനി എനിക്ക് ഇവരോട് 2 വാക്ക് പറഞ്ഞുകൂടെന്ന് വെച്ചു. നിങ്ങൾ താരി ഉണ്ടായിക്കൊണ്ടിരുന്നല്ല എനിക്ക് വിരോധമില്ല, പക്ഷെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന താരി ഇവിടെ വെച്ച് നിങ്ങൾ പയറ്റി കാണിക്കണം. സോമൻ എഴുന്നേറ്റ് പറഞ്ഞു അതിന്റെ ആവശ്യമില്ലാന്ന്. സോമൻ തിരുവനന്തപുരത്തുകാരനായിരിക്കാം, പക്ഷെ കണ്ടോ കണ്ടില്ലെന്ന് അറിയില്ല. എന്റെ ഗുരുനാഥൻ പറഞ്ഞു കേട്ട കൂട്ടത്തില് തിരുവനന്തപുരം ലൈബ്രറിയിൽ 96 ഗ്രന്ഥമുണ്ട് കളറിപ്പയറ്റിനെ പറ്റി. അതിൽ നിന്നൊരു പുസ്തകം നടത്തി എഴുതിയാ പോരെ, എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി ഞാൻ എഴുതിയാന്ന് പറഞ്ഞൂടെ? അതുകൊണ്ടാ പറഞ്ഞുകൊടുത്ത് കാണിക്കണം എന്ന്. എന്താ
പറഞ്ഞു തന്നിട്ടുണ്ടോ? ആരെഴുതിക്കൊണ്ടെന്നുള്ള വിരോധമില്ല, ഇവിടെ വെച്ച് കാണിക്കണം. എന്നിട്ട് അത് നമുക്ക് സ്കൂളുകളിലേക്ക് നടപ്പിലാക്കാം. പരിപാടി പിരിച്ചു വിട്ടു, 5 പൈസയില്ല കയ്യിൽ നിന്ന് ഇട്ടപ്പോട്ടെ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൃഷ്ണദാസ് കാണാൻ വിളിക്കുന്നത്, ഗുരുക്കളെ എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്യണം. എന്താ, ഒരു 300 ആള് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് കളർ പെയിന്റിനെ പറ്റി ക്ലാസ് എടുത്തു കൊടുക്കാനാണ്. വല്ലഭട്ടയുടെ കൃഷ്ണദാസ് ഇപ്പം ഓർഗനൈസിംഗ് സെക്രട്ടറിയാ, വൈസ് പ്രസിഡന്റ് സ്ഥാനം പോയി. അവിടെ ചെന്നപ്പോൾ നമസ്കാരം, ദയവായിട്ട് ഗുരുക്കളുടെ കാര്യം ചെയ്യണം, കളറി പെയിന്റിനെ പറ്റി ഒന്നും പറയരുത്. എന്നുവെച്ചാൽ പിന്നെ എന്നെ എന്തിനാ വിളിച്ച? അല്ല, ഇവര് തെരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ ഇവരാ സ്കൂളുകളിലേക്ക് അധ്യാപകരായിട്ട് അയക്കാനുള്ള കൂട്ടണം. 600 ആളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, 5000 6000 മറ്റോ ഒരിടത്തുനിന്ന് വാങ്ങിച്ചിട്ട്. കാരണം സ്കൂളിൽ പഠിപ്പിക്കാൻ പോവല്ലേ, അവരൊക്കെ ക്ലാസ് കൊടുക്കാനാണ്, ഒരു കൗൺസിലിങ്. അപ്പൊ ഞാൻ അവരോട്, അപ്പൊ എനിക്കറിയുന്ന കുറെ ആളുകളുണ്ടായില്ല. അപ്പൊ അല്ല ഗുരുക്കളെ, ഞാൻ പറഞ്ഞു, ഞാൻ വന്നത് എന്തെങ്കിലും ഇത്ര അഭ്യാസം പറയാനാ, പക്ഷെ വരുമ്പോൾ തന്നെ ഇവിടെ നിരോധിച്ചാൽ പറയരുതെന്ന്. ഇനി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങളും ഞാനും പഠിച്ചൊന്നും അഭ്യാസമല്ല, അങ്ങനെയുള്ള ധാരണ ആർക്കും വേണ്ട. അഭ്യാസം എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് പഠിക്കണം. മോളോ കുറച്ച് വെള്ളം കഴിയും. അഭ്യാസം എവിടെയുള്ളത് വെച്ചാൽ അവിടെ പോയിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പരിപാടി അവസാനിപ്പിച്ചു. പിന്നെ എന്നോടൊന്നും പറഞ്ഞില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഗുരുക്കളെ സംഗതി ഇങ്ങനെ ഇരിക്കുന്നു, 600 ആളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആരെയാ തെരഞ്ഞെടുത്തതെന്നറിയോ? കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് പങ്കെടുത്ത് 1ാം സമ്മാനവും 2ാം സമ്മാനവും കിട്ടിയ കുട്ടികളെയാണ് അധ്യാപകരായി, കുട്ടികളുടെ വലിയ ആളാണ്, അധ്യാപകരായിട്ട് തെരഞ്ഞെടുത്ത്. ഓ, അത് കുറെ കടുപ്പല്ലോ. എഴുതി വീണ്ടും, അന്ന് ഉമ്മൻചാണ്ടിക്കും എഴുതി, ഗവർണർക്കും എഴുതി, വേറൊരാൾക്ക് എഴുതി, 3 ലെറ്റർ. ഇവര് കുട്ടികളെ, അന്ന് വിദ്യാഭ്യാസ മന്ത്രി ഗണേഷ് കുമാറായിരുന്നു. നല്ല കാലത്തിന് നമുക്ക് ഗുരുവായൂർ വന്നപ്പോൾ വേറൊരാൾ എന്നോട് പറഞ്ഞ്, ഗുരുക്കളെ ഇങ്ങനെ നിങ്ങളെ അഭ്യാസത്തിന്റെ മന്ത്രി വരുന്നുണ്ട്, അയ്യോ നല്ല പരിചയപ്പെടുത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉച്ച 2:30 മണിക്കാണ് അവൻ വിളിക്കുന്നത്, ഗണേശൻ മന്ത്രി. അപ്പോൾ പോയി, എന്താ, ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇങ്ങനെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ അറിയില്ലായിരുന്നു. കളരിപ്പയറ്റിന്റെ ചാമ്പ്യൻഷിപ്പിന് 1ഉം 2ഉം സമ്മാനം കിട്ടിയ കൂട്ടരാന്ന് കുട്ടികളെ കളരിപ്പയറ്റ് പഠിപ്പിക്കാൻ അയക്കുന്നു. ഭാവി തലമുറ മുഴുവൻ കയ്യോ കാലോ ഇല്ലാത്ത അംഗവൈകല്യമുള്ള കൂട്ടരായി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഞാനിതാ ഗവർണർക്ക് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. കളരി പഠിപ്പിക്കുന്ന ഗുരുക്കള് ഒരു കളരിയിൽ ആദ്യം തന്നെ ഒരു കുട്ടീനെ കൈപിടിച്ചിറക്കി കഴിഞ്ഞാൽ ദക്ഷിണ വാങ്ങിക്കുമ്പോൾ കളരിയിൽ കത്തിച്ചു വെച്ചിട്ടുള്ള വിളക്ക്, അത് നിലവിളക്കായിക്കോട്ടെ അതല്ല കുത്തുവിളക്കായിക്കോട്ടെ, ആ കടലിൽ കത്തിച്ചു വെച്ചിട്ടുള്ള വിളക്കിന്റെ ദീപനാളം നോക്കിയാൽ അറിയാം ഈ ശിഷ്യൻ ആരാണ്, എനിക്ക് തന്നെ പാരയാണോ അതല്ല മറ്റു രൂപത്തിലാണോ എന്ന് ആ വിളക്കിന്റെ ദീപം നോക്കിയാൽ അറിയാം. അതാണ് ഒരു ഗുരുക്കൾ ആദ്യം പഠിക്കേണ്ടത്. ദീപം എന്ന് പറഞ്ഞാൽ ദീപം തെളിയിക്കുമ്പോൾ ഒന്നിക്ക താരക മന്ത്രം, അല്ലെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം, അത് അല്ലെങ്കിൽ ലക്ഷ്മി ഗായത്രി, ഇത് 3-ൽ ഏതെങ്കിലും ഒന്ന് ജപിച്ചിട്ടാണ് ദീപം തെളിയിക്കുന്നുണ്ടെങ്കിൽ ദീപലക്ഷണം 100% ശരിയായിരിക്കും. ആ ദീപം നോക്കിയാൽ ചില സ്ഥലത്ത് നമ്മൾ കാണാം വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നാരായത്തിന്റെ മുകളിൽ പുക പിടിക്കുന്നത്, അത് പിന്നോട്ടാ, ചിലത് നേരെ മുന്നോട്ട് പോകും, ചിലത് അടുത്തോട്ടും വലത്തോട്ട് പോകും. ഇതൊക്കെ നോക്കിയിട്ട് വേണം ഈ ശിഷ്യൻ ആരാണ് എന്ന് ഗുരുനാഥൻ കണ്ടുപിടിക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് വേണം അവനെ അഭ്യാസം പഠിപ്പിക്കാൻ. അതല്ലെങ്കിൽ കാശിന് വേണ്ടി എന്തും പഠിപ്പിക്കാം. കളരി അഭ്യാസത്തില് ഞാൻ പറയാൻ പാടില്ലാത്തതാണ്, പക്ഷെ കളരി അഭ്യാസം എന്നോട് തുടങ്ങുമ്പോൾ അവിടെ ദക്ഷിണ വെച്ചു. എൻ്റെ ശേഷം വടക്ക് കിഴക്കേ ഭാഗത്ത് കുട്ടീനെ കൊണ്ടുപോയി നിർത്തി നിൽക്കേണ്ട വിധമൊക്കെ പറഞ്ഞു കൊടുത്തു. അഭ്യാസം തുടങ്ങുന്ന വാക്ക് ഗുരുനാഥന്റെ വായിൽ നിന്ന് ആദ്യം വരുന്ന വാക്ക് അമർന്ന് എന്ന വാക്കാണ്. ഒരു ഗുരുനാഥൻ ശിഷ്യനായിട്ട് ബന്ധപ്പെടുമ്പോൾ ആദ്യത്തെ വാക്കാണ് അമർന്ന്. അത് ആദ്യം കാണിച്ചു കൊടുക്കും. കാലിങ്ങനെ എന്താ ഈ അമർന്ന് എന്ന് പറയുന്ന വാക്ക്, അത് വിശദീകരിക്കുവോ? വിശദീകരിക്കില്ല. വിശദീകരിക്കുന്ന അറിയോ? അതറിയില്ല. പിന്നെ എങ്ങനെയാ? അമർന്ന് എന്ന് പറയുന്ന വാക്കിലെ പ്രധാനമായിട്ട് 4 അക്ഷരം. ആ 4 അക്ഷരം ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കിയേ മതിയാവുള്ളൂ. അതായത് അഹങ്കാരം,
ലവലേശമില്ല. ആദ്യത്തെ അതിന് 2-3 വാക്കുകളുണ്ട്. രണ്ടാമത്തെ മനോധൈര്യം വീണ്ടെടുത്തുകൊണ്ട്. മൂന്നാമത്തത് രാഗദ്വേഷാദികളില്ലാതെ പഠിച്ചിട്ട് വേണം അവരെ കൊടുക്കാൻ. നാലാമത്തത് പഠിച്ചിട്ട് വേണം നാട്ടിന് വേണ്ടി ഉപകാരം ചെയ്യാൻ. അതാണ് പഴയ കാലത്തൊക്കെ അഭ്യാസികൾ കളറിപ്പേറ്റുകാരെ പടനായകന്മാരായത്. അങ്ങനെ അമർന്ന് എന്ന് പറയുന്ന വാക്കിന് പ്രധാനമായിട്ട് 3-4 കാര്യങ്ങളുണ്ട്. അത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്താലേ ശിഷ്യൻ രൂപത്തിൽ വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. അല്ലെങ്കിൽ അമർന്ന് തന്നെ അവിടെ എടുത്തു വെച്ച് വലത്ത് വെച്ച് നല്ല പറഞ്ഞ് കളരി അഭ്യാസത്തിലാണോ? അല്ല, ഇടത്ത് വെച്ച് വലത്തുകൊണ്ട് ചവിട്ടി ചെയ്യുന്ന ക്രിയ ഒന്ന്. എവിടെ ചവിട്ടണം, എന്തിനു ചവിട്ടണം, എങ്ങനെ ചവിട്ടണം, ഇവിടെ ചവിട്ടിക്കൊണ്ട് എതിരാളിക്ക് എന്ത് സംഭവിക്കുന്നു, ഇവിടെ തൊട്ട് തുടങ്ങണം അഭ്യാസം. അല്ലാണ്ട് അഭ്യാസം കുറെ കാര്യം പറഞ്ഞു, കുറെ പഠിച്ചു, കുറെ കോലുമേലടിച്ചതിനെ കൊണ്ടൊന്നും കളറിപ്പേറ്റാവില്ല. അതാണ് അനുസരണയോടുകൂടി അച്ചടക്കത്തോടുകൂടി പഠിക്കാനുള്ള വിദ്യ എന്ന് കളറിപ്പേറ്റ്. അതാണ് എന്നുള്ളതിൽ സൂചിപ്പിക്കുന്നത്. അനുസരണ, അച്ചടക്കം. രണ്ടാമത്തെ മനോധൈര്യം. മൂന്നാമത്തെ അഹങ്കാരം, ലെവലേശില്ലായ്മ, രാക്ഷസഭാവമില്ലായ്മ. നാലാമത്തെ നാടിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അതാണ് അമർന്ന് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം.